എന്താ എന്താ ലക്ഷ്മി സ്നേഹം കൊടുക്കുമ്പോ മാത്രം ആരും ലക്ഷ്മി വന്നപ്പോ എന്റെ ഇവിടുത്തെ കളർ ഫുള്ള് പോയടി. നമ്മള് ഇരുട്ടിലായി പോയി. ഇത്ര നേരം പൂജ ഈ പൂജയുടെ ഫിൽറ്റർ എങ്ങനെയാണ് നോക്കാ? സെയിം തന്നെ, അതിന് വേറെ എഫക്ട് കയറ്റിട്ടേക്കോ അവള്. അല്ലല്ലല്ല എന്റെ കണ്ണ് നോക്കൂ. ഒരു മിനിറ്റ്, വെയിറ്റ് ഇവളുടെ ഏതാന്ന് തപ്പട്ടെ, എനിക്കത് ഭയങ്കര ക്യൂരിയോസിറ്റി. പൂജ നിന്റെ ഭയങ്കര ഡിഫറെന്റ് ആണല്ലോ ഈ ഫിൽറ്റർ. അത് എന്റെ ഫോണിൽ മാത്രം കിട്ടും. ഏടി പൂജയുടെ അറിയോ? ഇട്ട് കാണിക്കണ ഇതാണ് സാധനം പൂജയുടെ. പാണ്ട് ഓ ഇത് നൈസ് ആണല്ലോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. Can I try? എനിക്ക് വേണ്ടത്. എവിടെയാണ് പോകുന്നത്? ഏടാ അടങ്ങ് പോവാ. എൻഹാൻസിൽ പോയിട്ട് എൻഹാൻസിൽ പോയാ മതി. എടാ പോയി കഴിഞ്ഞാൽ എന്നെ കാണോ, അതിന്റെ മുകളിലുണ്ടാവും. ഇംഗ്ലീഷിൽ മേലെ പോലെ മറ്റേ പ്രേതം. ഇതാണ് പൂജയുടെ ഫിൽറ്റർ. ലക്ഷ്മിയുടെ. ഹലോ, അതൊക്കെ നല്ല മാച്ചാ, നിനക്ക് മാച്ചില്ലാന്നേ ഉള്ളൂ. അത് ചില ഫേസിൽ കംഫർട്ട് ആവില്ല, സൂട്ട് ആവില്ല. ഇതൊക്കെ നല്ലല്ലേ? ഏതോ നിന്നെ ഏൽപ്പിച്ചിന് ഒറ്റൊരു കുത്തിയെന്നേരും പൊക്കമുണ്ടാവിടുന്ന്. അതൊക്കെ വിട്. ലക്ഷ്മിയോട് ചോദിക്കട്ടെ, എന്താ ലക്ഷ്മി ഞാൻ തന്ന റിക്വസ്റ്റ് ഒന്ന് എടുക്ക. എത്ര മണി? ഞാൻ തൊട്ടിട്ട് ഇരിക്കട്ടെ ഗൈസ്, ഇവരുടെ ഗെയിം കഴിയണവരെ. ഞാൻ തന്നെ പൂജയെ കണ്ടപ്പോ എടുത്തതാ. പൂജ ഉണ്ടെങ്കിൽ വരുള്ളൂ. അതല്ല, അവളോട് ഇരിക്കാലോ എന്ന് വിചാരിച്ചെടുത്ത. ബിഫോർ യു ഗൈസ് എല്ലാരും ഡബിൾ ചാപ്പ് ചെയ്യും. നിങ്ങൾ രണ്ടുപേരോട് ഇരിക്കുള്ളൂ എന്തായാലും. പിന്നെ ഞാൻ ആരെങ്കിലും ആട്ടിന്ന് തോറ്റു പണ്ടാരെടുക്കണം. ഇവളുടെ കൂടെ ഇരിക്കണെന്നറിയോ? തോറ്റു കഴിഞ്ഞാൽ ഇവളുടെ കൂടെ പണിഷ്മെന്റ് എടുക്കാൻ സുഖമാണ്. ഗൈസ് ഡബിൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കിട്ടിയ ഡബിള്? സത്യം പറ പൂജ. അവിടെ മോഹന്റെ കൈ വെച്ചിട്ടുണ്ട് കിട്ടിയിട്ടുണ്ടെന്ന്. എന്നാലും ഉണ്ടോ ഡബിള്? താങ്ക് യു റയാൻ, താങ്ക് യു സോ മച്ച്. പൂജക്ക് കിട്ടിയെന്ന് വെച്ചപ്പോ പൂജ ഇല്ലെന്നേ പറയുള്ളൂ. അടുത്ത ഫേക്ക് ഇപ്പൊ നോക്കിയാ കാണാൻ ഇരിപ്പാന്ന് നൈസായിട്ട്. ഗൈസ് അവിടെ സ്കോർ താങ്ക് യു. ആരും എന്ന് പറയും ലാസ്റ്റ് ബ്ലൂ വെയിൽ ഓടി വരും. ബ്ലൂ വെയിലാണ് ഇവളുടെ ഗിഫ്റ്റർ. സോളി താങ്ക് യു സോ മച്ച്. സോളി ഇവിടെ തൽക്കാലം ഇപ്പൊ ഇടിയില്ല, ലാസ്റ്റ് വരുമോന്ന് അറിയില്ല. പക്ഷെ ഇനി ലാസ്റ്റ് വരുമെന്ന് അറിയില്ല. അപ്പൊ അതിലൊരു തൊരയുണ്ട്. ഇല്ലടാ, ഇല്ല ആരും ഇല്ലടാ ഗൈസ്. നമ്മളുണ്ടല്ലോ 19 ഇരിക്കുന്നേ. നിങ്ങളെ ടീം ഒറ്റയടിക്ക് കയറാൻ വേണ്ടിട്ടായിരിക്കും. താങ്ക് യു സോ മച്ച്. സാപ്പിട്ടാ നീ എന്നാ ദുബായ് വരുന്ന? നീ ഞാനാ ശനിയാഴ്ച. ഞങ്ങക്ക് ഫുഡ് വാങ്ങിത്തരോ? നീ അവിടെ കാണാൻ ചെയ്യാൻ ഞാൻ ആലോചിക്കും ഇവളിത്ര സ്നേഹത്തോട് ചോദിക്കുന്നത് എന്തിനായിരിക്കും? ഷോപ്പിലേക്ക് വരാനായിരിക്കും. എന്റെ പൂജ, ഞാനിന്ന് അവിടെ പോയിട്ട് ഞാൻ ഫിഷ് അറ്റോറിയത്തിൽ പോയിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ. ഫിഷ് അൽറ്റോറിയം. ഇവിടെ വിളിച്ചിട്ട് ഇവിടെ വന്നില്ല. ബ്രോ ഐ വാസ് ഫോൾഡിങ് മൈ ക്ലോത്ത്സ് ഇൻ മൈ ഷോപ്പ്. വെൽക്കം. അപ്പഴാ ഇവള് വിളിക്കണേ. അവിടെ സ്കോർ വരുമോ? ലാസ്റ്റ് മിനിറ്റിൽ നോക്കണേ. ഇവിടെ എന്റെ അടുത്ത് വരൂല, പൂജയിലാണ് എന്റെ പ്രതീക്ഷ. അയ്യോ എനിക്ക് ലച്ചുണ്ടേലാണ് പ്രതീക്ഷ മൊത്തമുള്ളത്. ഇല്ല നീ എന്റെ പ്രതീക്ഷ നേരത്തെ കണ്ടതല്ലേ. പൊക്ക പെണ്ണ എവിടുന്ന്? ഞാൻ പറഞ്ഞില്ല സ്കോർ വരുമെന്ന്. പ്രാണസഖി ഞാൻ എന്തിനു നമുക്ക് ആളെ ഇറക്കണോ? ആളെ ഇറക്കണോ? നമുക്ക് തോറ്റു. സുഖമായിട്ട് ഞാൻ ഇനി ഇരിക്കത്തില്ല. ആ പൂജയുടെ കൂടെ ഇരുന്നാ മതിയിരുന്നു. താങ്ക് യു റയാൻ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോളിഡ്, താങ്ക് യു സോ മച്ച് സോളിഡ്. ഗെയിം കഴിച്ചു. ജോയിൻ ചെയ്യുന്നവരൊക്കെ ഒന്ന് ടാപ്പ് ഡബിൾ ടാപ്പ് ചെയ്യും. ഡബിൾ ടാപ്പ്. ഓക്കെ
അവിടെ ആളുകൾക്ക് മനസ്സിലായി ഷെയർ ദ ലൈവ്. എടാ ഞാൻ ഷെയർ ചെയ്തിട്ട് റയൻ വന്നിട്ട് നിങ്ങക്ക് റയൻ അടിച്ചു. റയന്റെ അടുത്ത് പറ കുറച്ച് അധികം അടിക്കാൻ. അവിടെ സ്നൈപ്പ് ചെയ്യാൻ ആരെങ്കിലും വേണം ഇവിടെ? സ്നേഹ എന്നെ വിളിക്കണ്ട മോളെ, ഇവിടെ ആരും ഇല്ല. അല്ലാണ്ട് പിന്നെ ഞാൻ വേറെ എനിക്ക് പൂജനെ വിളിക്കാൻ പറ്റുമോ? ഇല്ല ഡബിള് വരും പോകും, ഇനിയും വരും പോകും. എടാ പോയി കടലാവുമ്പോ തിരമാല ഇങ്ങനെ അടിച്ചോണ്ടിരിക്കും. പോവും, വീണ്ടും വരും, അടിക്കും പോകും. പ്രാണസഖി അല്ല ഉണ്ട് സഖി ഒരു കുല മുന്തിരി തിന്നിടുവാൻ. ജാസിന്റെ പാട്ട് പാടുന്നതായിരിക്കും ഫ്ലെയിം. ഞാനും അതാ വിചാരിച്ചേ. പാട്ട് പാടി ഒന്ന്. ഏതാ? ആ ജാസിന്റെ ഒരു പാട്ടില്ലേ, ഉണ്ട് സഖി. ഉണ്ട് സഖി ഇവിടെ പാടി ഇപ്പൊ പാടി ഇത് ഉണ്ട് സഖി എന്താ എന്റെ ഫസ്റ്റത്തെ പേര് പറ. എന്തിനാ ഇന്റർവ്യൂ ഉണ്ടോ? പിന്നെ കൽബിൽ എവിടെയോ ഒരു വേദന അതല്ലേ? നീ ജാസിന്റെ പുതിയ ഇന്റർവ്യൂ ഉണ്ടോ? യു സോ ഹർ ഇൻ നീ കണ്ടാ ശരിക്കും? ബ്ലാക്ക് ഡ്രസ്സിൽ കണ്ടോ? ആ ഒരു ചുരിദാർ ഇട്ടതാ ഞാൻ കണ്ടത്. അത് ഞാൻ കണ്ടില്ല. ഇന്ന് ഞങ്ങൾ പറഞ്ഞ ചിരിയായിരുന്നു. എന്തേ? എന്നാ അവിടെ ചാവടിക്കുമ്പോ ഇപ്പൊ അവരെല്ലാരും ഉണ്ടായിരുന്നു. ആര്? ശ്രുതിയൊക്കെ ഉണ്ടായിരുന്നു. പറഞ്ഞ ചിരിയായിരുന്നത്. അവിടേക്കാണോ നീ എന്നെ വിളിച്ചത്? അല്ല, അതെപ്പോഴാണ്? അത് ഞാൻ ഈ ഫിഷ് എടുക്കാൻ വേണ്ടി പോയ സമയത്ത്. എനിക്ക് ജാസിന്റെ ലാസ്റ്റ് ഒരു ബ്ലാക്ക് ഡ്രസ് ഉണ്ട്. പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല, അവളിടുന്ന ഡ്രസ്സും അതൊക്കെ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അക്കാര്യത്തിൽ പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. അടിപൊളി. ലക്ഷ്മി നിരാശയിലാണ്. ലക്ഷ്മി ഇങ്ങനെ നോക്കുകയാണ്. ഇനി ഒരുപാട് ബ്രൈറ്റ്നസ് ഉള്ള ആൾക്കാരെ എടുക്കണ്ട കേട്ടോ, നമ്മൾ കറുത്തോടി. This is my real color. ഓടി താജു കുമ്പിടി അപ്പുറവും ഇപ്പുറവും. ഭാഷ നമ്മള് തോറ്റു. ഓക്കെ, നമുക്ക് പണിഷ്മെന്റ് എടുക്കാം, വേറെ വഴിയില്ലല്ലോ. ആ പണിഷ്മെന്റ് ഉണ്ട്. പണിഷ്മെന്റ് ഞാൻ എടുക്കണ്ടേ? ഞാനെന്തിനാണ് ഇങ്ങനെ വാരി വയ്ക്കുന്ന? 2000 അടിച്ചാ പോരെ? ഇവിടെ വലിയ സ്കോർ ഒന്നും വന്നില്ലല്ലോ, പിന്നെ എന്തിനാണ് ഈ ആവേശം? ബ്ലൂ, താങ്ക് യു സോ മച്ച് ബ്ലൂ. ബൂസ്റ്റർ ഉണ്ട് കേട്ടോ കയ്യില്. പൂജു നിന്നെ കാണുന്നുണ്ട്, ഭയങ്കര സുന്ദരി, അതീവ സുന്ദരിയായിരിക്കുന്നു. വേണ്ടേ? അന്ന് ഞങ്ങൾ ഫണ്ണി പണിഷ്മെന്റ് നമുക്ക് ഫണ്ണി പണിഷ്മെന്റ് എടുക്കാം. ഇവിടെ ഇരുന്നെടുക്കാൻ പറ്റുന്ന പരിപാടി, അല്ലെങ്കിൽ ഞാൻ ഇവിടെ കട്ടിലേക്ക് കയറി അങ്ങോട്ട്. ആ ഇരുന്നൂറുള്ള പണിഷ്മെന്റ് സൗണ്ട് മാറ്റി ഒരു 5 മൃഗങ്ങളെ ശബ്ദം ഉണ്ടാക്കുക. സൗണ്ട് മാറ്റിട്ട് ഒരു മിനിറ്റ് ഞാൻ എടുക്കാം. അത് കാക്ക മൃഗല്ല. ഒരു മിനിറ്റ്, എനിക്ക് ആ സാധനം എവിടെയെന്ന് അറിയില്ല. 2 എടി ബൗ ബൗ. അയ്യാടാ ബൗ ബൗ ശരിക്കും പറ. എടി അതല്ലേ എടി ആ സൗണ്ട് എവിടെയെന്ന് 5 മൃഗമൊക്കെ ഉണ്ടോ ദൈവത്തിന്? ആർഡർ ശരിക്കും സ്നേഹ കുയില് മൃഗല്ല. അതൊക്കെ മൃഗാണ്. രണ്ടാടോ? ഇനി പശു എങ്ങനെയാ? പശു എടി പശു എടി രസമില്ലടി. അടുത്തത് 5ാമത്തത് ആന എങ്ങനെയാടി? ആനല്ല, പിന്നെന്താണ്? കുറുക്കൻ മൃഗല്ലേ? പരാതി കൊടുത്താ കുറുക്കൻ കൂവൂലേ? കൂവും കൂവും.
നീ ഫസ്റ്റ് കുക്ക് ചെയ്ത ആംബുലൻസ് ആണ്. എടി എന്നാ ഞങ്ങള് പോട്ടെ. ആക്കണ്ടേ? എടി സൗണ്ട് എങ്ങനെയാ മാറ്റുന്നതെന്ന് പറഞ്ഞുതരൂ. പറഞ്ഞേ. എൻഹാൻസിൽ പോയിട്ട് വോയിസ് എഫക്ട് എടുത്താൽ മതി. മ്യൂസിക് ഇട്ടാ മതിയോ? വോയിസ് എഫക്റ്റില് ചിക്ക് പറയണം. എന്തായിരുന്നു വോയിസ് എഫക്റ്റില്? വോയിസ് എഫക്റ്റില് ഫസ്റ്റ് വൺ ചിക്ക് മങ്ക്. എടി വോയിസ് എഫക്റ്റില് ഒരു മിനിറ്റ് ആരും പോലെ എല്ലാരും ആരും പോവില്ല, നിന്റെ കഴിഞ്ഞിട്ടേ പോകത്തുള്ളൂ. എടാ ഇതില് ചിക്ക് മങ് ഇല്ലടാ. ഫസ്റ്റ് വൺ അടി. എടുത്തേ നോക്കട്ടെ. എടുത്തോ. ആദ്യം പട്ടി. എനിക്കിവിടെ കുറച്ച് മൃഗങ്ങളുടെ ഫോട്ടോ ഇടാ. ഫോട്ടോ അല്ല, ആദ്യം എടുക്ക് പട്ടി. ഫസ്റ്റത്തെ മൃഗം സ്നേഹ. ബബു, ബബു. ഒരു പൊന്തിരത്തിലുള്ള പട്ടിയോ? ഓക്കെ, ശരിയാ. ഫോട്ടോ തന്നെ. രണ്ടാമത്തെ മൃഗം കാറ്റ്. ചോറ് കിട്ടിയില്ല. ഓക്കെ, രണ്ടാം പാല് കുടിക്കാത്ത കരച്ചിൽ ഗൈസ്. ഓക്കെ, ഈ മൂന്നാമത്തേത് എടി വേറെ ഇത് മൃഗാടി ഉള്ളത് ഇവിടെ. വോൾഫ്. അടുത്തെടുക്കലേക്ക് ചിരിക്കാൻ പോയി. അടുത്തത് പാമ്പ്. അത് മൃഗല്ല. ഹലോ, പാമ്പിനെ നീ പക്ഷിയിൽ കൂട്ടും പിന്നെ? ഇല്ല, ഇഴജന്തുക്കൾ അങ്ങനെ പറയും നമ്മൾ. അങ്ങനെയൊന്നുമില്ല, അങ്ങനെ ഒരു കാറ്റഗറി ഇല്ല. നീ കുറുക്കൻ എടുക്കണം. എനിക്ക് കുറുക്കനെ കേൾക്കണം. നിന്റെ കുറുക്കൻ ഓല ഇടുന്നത്. ഓല ഇട്. അത് ആംബുലൻസിന്റെ സാധനം. പശു, പശു. അയ്യോ, ആട്. സോറി, അത് ആട്. അപ്പൊ ആട്. നാല്. എടി, ഇനി ഏത് മൃഗാടങ്ങി ഉള്ളത്? ആന. ആനക്ക് സൗണ്ട് ഒന്നുമില്ല. ആന പറഞ്ഞ ആനക്ക് സൗണ്ട് ഇല്ലാന്ന്. ആനയുടെ സിംഹത്തിന്റെ കർജം എടുക്കാൻ ഞാൻ. ഒന്നുകൂടി എടുക്കെടുക്ക്. ഇത് എടി, ഇത് ടിക്ടോക്കിൽ ആടുന്ന സിംഹമാണോ? ഹലോ, ഇങ്ങനെ അടിക്കണം. അതന്നെ കറക്റ്റ്. ഹലോ, തൊണ്ട പൊട്ടിന്. എടി, ഇതൊന്ന് മാറ്റുന്നെങ്ങനെ? ബാഡ് ബോയ് ചോദിക്കാ നീ കോട്ടുമായിട്ടാണ്. എൻഹാൻസിൽ പോയിട്ട് സൗണ്ട് എഫക്ട്സിൽ പോയി. എടി, ഇതൊന്ന് പറഞ്ഞു പൊടി. ഇത് ആരാണ്? എനിക്ക് മനസ്സിലായില്ല. പേര് മാറ്റിയാ? വോയിസ് എഫക്ട്, സൗണ്ട് എഫക്ട്സിൽ പോയിട്ട്. ഇതാരാണിത്? എടി, എന്റെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള ആരാണല്ലോ. എടി, ഇത് മാറ്റാൻ പറ്റണില്ല. ഇത് എങ്ങനെ മാറ്റാ? അതെ, പോയ നേരത്തെ തപ്പിയ വഴിക്ക് പോയി തപ്പും. ഓക്കെ പൂജ, ബായടാ. ലക്ഷ്മി, ബായടാ. നിങ്ങൾക്ക്